രണ്ട് സർവകക്ഷി യോഗങ്ങളിലും പ്രധാനമന്ത്രി അസാന്നിധ്യം അത് വളരെ വലിയ രീതിയിൽ പ്രതീക്ഷ ഉയർത്തിയിരുന്നു. അപ്പം ഇപ്പോഴും ആവശ്യപ്പെടുന്ന പ്രധാനമന്ത്രി പങ്കെടുക്കണം തന്നെയാണോ? കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായിട്ട് ഡൽഹിയിൽ നടക്കുന്ന സർവകക്ഷി യോഗങ്ങൾ അല്ലെങ്കിൽ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഗവൺമെൻറ് വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, ആ യോഗങ്ങളുടെയൊക്കെ ഏകദേശം ഒരു രൂപം എന്താണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക്. മുൻകാലങ്ങളിലൊക്കെ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ചേരുന്ന യോഗങ്ങളിൽ പോലും പ്രധാനമന്ത്രിമാർ പങ്കെടുക്കും. ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടിയില്ല. പോട്ടെ, പക്ഷേ ഒരു വലിയൊരു സംഘർഷത്തിലേക്ക്, അതിർത്തിയിലൊരു സംഘർഷം, യുദ്ധസമാനമായൊരു സാഹചര്യം സംജാതമാകുന്ന ഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കുന്നൊരു യോഗത്തിൽ പ്രധാനമന്ത്രി വരിക എന്ന് പറഞ്ഞാൽ അത് കേവലപരമായിട്ടൊരു മര്യാദ മാത്രമാണ്. അതുപോലും നടത്തിയിട്ടില്ല, 2 യോഗങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ ഏകകണ്ഠേന ആവശ്യപ്പെട്ടു, അടിയന്തരമായിട്ട് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിക്കണം, അതോടൊപ്പം തന്നെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക സമ്മേളനം വിളിക്കണം എന്നുള്ളത്.